ഹലോ, അപ്പോൾ നൈറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്യൂൻസ്വേയിൽ പോവാണ്. ക്യൂൻസ്വേയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. 1-2 വീഡിയോസ് നമ്മൾ അപ്ലോഡും ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ പുറത്തൊക്കെ പോകാനൊരു പൂതി. കാരണം ഇത്രയും നാളും തൃശ്ശൂരായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിലെത്തിയിട്ടൊക്കെ 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കാശുകുട്ടനെയും കൊണ്ട് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ക്യൂൻസ്വേയിൽ പോകാമെന്ന് വിചാരിച്ചു. ക്യൂൻസ്വേയിൽ പോകുന്നതിനായിട്ട് പ്രധാനമായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്ന് മോമോസ് കഴിക്കാനും ഒന്ന് നമ്മുടെ ബബിൾ ടീ കുടിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ എനിക്കറിയാവുന്ന സ്ഥലം ഇതാണ്. അതായത് നമ്മൾ ബബിൾ ടീ ഇത്രയും അഫോർഡബിളായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം ക്യൂൻസ്വേ ആണെന്ന് തോന്നുന്നു. ഇനി വേറെ കിട്ടുന്ന സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നോർമലി പുറത്തൊക്കെ പോയി കഴിച്ച് കഴിഞ്ഞാൽ 220 ആ ഒരു റേറ്റൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ 99 മാംഗോനൊക്കെ 99, 120, 119, 150 ആ ഒരു റേറ്റേ വരുന്നുള്ളൂ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ സാധാരണ പോലെ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോകുവിന് ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഗ്യാസ് ഉള്ളത് കുടിക്കണം കൊണ്ടൊരു മൊയ്ത്തോ പറഞ്ഞു. പിന്നെ ഞാൻ നേരെ പോയിട്ട് ബബിൾ ടീ പറഞ്ഞു, പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു, പിന്നെ ഫ്രൈസ് ലോഡഡോ ലൈക്ക് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാശുക്കുട്ടിനെ അവിടെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ബബിൾ ടീ കിട്ടി. ഇത് മറ്റേ മരച്ചീനിയില്ലേ, ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അതിൻ്റെ എന്തോ ബബിൾ ടീ ആയിരുന്നു. ഇത് മാംഗോ ഞാനാണ് പറഞ്ഞത്. മാംഗോയ്ക്ക് വെറും 99 ഉള്ളൂ. പക്ഷേ എനിക്കിതിനേക്കാൾ ഇപ്പോൾ കുടിച്ചപ്പോൾ എനിക്കിഷ്ടമായത് മറ്റേതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇവരെന്തോ കാറൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കാറൊക്കെ വാങ്ങാൻ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാശിക്കുട്ടനാണ് കേട്ടോ അവിടെ സെയിൽ ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നേ. പുള്ളിക്കാരൻ കടയിലൊക്കെ കയറി നിന്ന്. പക്ഷേ നല്ല രസമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നമുക്ക് ഓർഡർ ചെയ്ത സാധനമൊക്കെ കിട്ടി. പക്ഷേ സീരിയസ്ലി പറയുകയാണെങ്കിൽ അവിടുത്തെ ബബിൾ ടീ മാത്രമേ എനിക്കിഷ്ടമായുള്ളൂ. ഈ ലോഡഡ് ഫ്രൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ചിക്കനെ തപ്പിയെടുക്കണമായിരുന്നു. ഫ്രൈസ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഫ്രൈസ് പിന്നെ നോർമലി എല്ലായിടത്തും സെയിം തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ പാത്വേയിലേക്ക് നടന്നു. ക്യൂൻസ് പാത്വേയിൽ പോയിട്ടാണ് ഞങ്ങൾ കഴിച്ചതൊക്കെ കേട്ടോ. കാരണം കാശിക്കുട്ടന് പിന്നെ അവിടെ ഓടി നടക്കണമല്ലോ. കാരണം ഇതിൻ്റെ ഇടയിൽ തിക്കും തിരക്കൊക്കെ അല്ലേ, അവിടെ പിന്നെ ഇരിക്കാനുള്ള സ്പേസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയി കുറേ നേരം അവിടെ നടന്നു. കാശിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു കൂട്ടുകാരനെ കിട്ടി. കാശിക്കുട്ടൻ എപ്പോഴൊക്കെ മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞാൽ ഒരു പട്ടിയോ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കുറേ നേരം അതിനെയും കളിപ്പിച്ച് പിന്നെ ഞങ്ങളുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടെ വേറെ സ്ഥലത്ത് ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങാനായിട്ട് പോയത് അറേബ്യൻ ഗ്രില്ലോ അങ്ങനെ എന്തോ റെസ്റ്റോറൻറ്റിലാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അൽഫാമാണ് വാങ്ങിയത്. അറേബ്യൻ ഡ്രീംസ്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. നമ്മുടെ പലരട്ടത്ത് വെച്ചിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.